യാത്രക്കാരെ വലച്ച് ഇൻഡിഗോ 500-ലധികം വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കി. തൽസ്ഥിതി പരിഹരിക്കാനായി ഫെബ്രുവരി 10 വരെ സമയം വേണമെന്നാണ് വിമാന കമ്പനി ആവശ്യപ്പെടുന്നത്. ബദൽ സംവിധാനം ഒരുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാക്കി യാത്രക്കാർ. നാലാം ദിവസമാണ് ഇൻഡിഗോ വിമാന സർവീസുകൾ വ്യാപകമായി റദ്ദാക്കിയത്. ദില്ലി, മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിവിടങ്ങളിലടക്കം 550ഓളം സർവീസുകൾ ഇന്ന് റദ്ദാക്കി. ദില്ലിയിൽ മാത്രം 225 സർവീസുകളാണ് ഇതുവരെ റദ്ദാക്കിയത്. സർവീസുകളിൽ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഫെബ്രുവരി 10 വരെ സമയം വേണമെന്നാണ് ഇൻഡിഗോയുടെ വിശദീകരണം. ജീവനക്കാരുടെ കുറവിനൊപ്പം പൈലറ്റുമാരുടെ വിശ്രമ സമയത്തിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പുതിയ ചട്ടവും കടുത്ത പ്രതിസന്ധിക്ക് കാരണമായി. പൈലറ്റുമാരുടെ വിശ്രമ സമയത്തിൽ ഇളവനുവദിക്കാൻ DGCAയോട് ഇൻഡിഗോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം വിവിധ വിമാനത്താവളങ്ങളിലായി 10,000-കണക്കിന് യാത്രക്കാരാണ് കുടുങ്ങിയത്. മിക്ക യാത്രക്കാർക്കും അടിസ്ഥാന സൗകര്യങ്ങളും ബദൽ സംവിധാനങ്ങളും ഒരുക്കുന്നതിലും കമ്പനിക്ക് വീഴ്ച പറ്റി. एक्सचेंज करके दिए हैं, बोल रहे हैं कल की फ्लाइट ले लो, लेकिन उसमें भी कंफर्मेशन नहीं है कि जाएगी कि नहीं जाएगी, पर लेना पड़ रहा है, अब क्या करें, ऑप्शन नहीं है. പ്രതിസന്ധി രൂക്ഷമായതോടെ വിമാനത്താവള അധികൃതർ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. അതേസമയം കേന്ദ്ര സർക്കാർ കുത്തകകളെ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഫലമാണ് ഇൻഡിഗോയുടെ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഇൻഡിഗോയുടെ പ്രതിസന്ധിക്ക് പിന്നാലെ മറ്റു വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് ഉയർത്തുന്നതും യാത്രക്കാരെ വലക്കുന്നുണ്ട്. എന്നാൽ ടിക്കറ്റ് നിരക്കിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. കൈരളി ന്യൂസ്, ദില്ലി.